ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇനി വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ സീക്രട്ട് ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു അവസരത്തിൽ നിങ്ങളെക്കുറിച്ച് സീക്രട്ട് ആയിട്ട് എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയിട്ട് തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാതിരിക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ. സീക്രട്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സണിൻ്റെ സീക്രട്ട് ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. സീക്രട്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ സീക്രട്ട് ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. സീക്രട്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഈ ഒരു അവസരത്തിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് സീക്രട്ടായിട്ട് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. സീക്രട്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് സീക്രട്ടായിട്ട് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് 2 കാഴ്ചകളുണ്ട്. എടുക്കാം നമുക്ക്. സീക്രട്ടായിട്ട് ഫീൽ ചെയ്യുന്ന ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ സീക്രട്ട് ഫീലിങ്സ് നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചും ഒക്കെ അവരുടെ ഒരു ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ. നമുക്ക് മാസ്റ്റർ ദ ചാരിയറ്റ് കാർഡ് റിവേഴ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരാൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. മേ ബി അത് നിങ്ങളായിരിക്കാം. ഇപ്പോൾ വളരെയധികം സൈലൻ്റ് ആയിട്ട് രണ്ടുപേരും വളരെയധികം സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവാം. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ വളരെ അധികമായിട്ട് ആ വ്യക്തിയെ ചേസ് ചെയ്തിരുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് ഇവിടെ കാണുന്നത്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ എങ്കിലും നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടുമാറാനായിട്ട് കഴിയുന്നില്ല. പല സിറ്റുവേഷനിലും ഈ ഒരു വ്യക്തിയുമായിട്ട് ഒന്നിച്ചു പോകാനായിട്ട് കഴിയില്ല എന്ന് പോലും നിങ്ങൾക്ക് ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഒരു പേഴ്സണിൽ നിന്ന് ഇവരുടെ ഒരു പ്രത്യേക തരത്തിലുള്ള പെരുമാറ്റവും രീതികളും ബിഹേവിയറും ക്യാരക്ടറും ഒക്കെ കണ്ടിട്ട് ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകില്ല, ഇതൊരു ടോക്സിക് ആയ രീതിയിലേക്കാണ് പോകുന്നത് എന്ന് വിചാരിച്ചു ഒന്ന് മൂവ് ഓൺ ചെയ്യണം, അല്ലെങ്കിൽ ഒന്ന് മാറി നിൽക്കണം. ഈ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ കുറച്ചൊന്ന് മാറി നിന്നു, അല്ലെങ്കിൽ കുറച്ചൊന്ന് മൂവ് ഓൺ ചെയ്തു എന്നൊക്കെ ഈ ഒരു രീതിയിൽ ഈ ഒരു പേഴ്സണും ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഇതിൽ നിന്ന് പോവുകയാണ്, മാറിപ്പോ ചിലപ്പോൾ നിങ്ങൾ വേറെ ഒരു ഇച്ചിരി ലോങ് ഡിസ്റ്റൻസിലേക്ക് ജോലിക്ക് ആവശ്യത്തിനോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ മാറി പോയിട്ടുണ്ടാകും. അപ്പോൾ അവർക്ക് ആ ഒരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. റിലേഷൻഷിപ്പിൽ നിങ്ങൾ അവരെ വിട്ടു പോകുന്നു എന്നുള്ളൊരു ഡിസ്റ്റൻസ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു ടൈമിൽ അവർക്ക് വളരെയധികം അവർക്ക് ഒരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പിൽ തോന്നാതിരുന്ന ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അവർ ഒറ്റപ്പെട്ടു പോയ പോലെ അവർക്കൊരു ഫീലിംഗ് ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇപ്പോഴും നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ സ്മൂത്തായി പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഇവർക്ക് ഇത്തരത്തിലുള്ള ഒരു ഫീലിങ്സും തോന്നിയിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ അവരെ ചേസ് ചെയ്യുന്നത് നിർത്തി നിങ്ങളത് സ്റ്റോപ്പ് ചെയ്ത് ഒന്ന് പുറകോട്ട് മാറിയ സമയത്താണ് ഈ ഒരു പേഴ്സണ് അത്തരത്തിലുള്ള ഒരു ഫീലിങ്സ് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. എങ്കിലും അത് നിങ്ങളുടെ അടുത്ത് കാണിക്കുക. ഇവർക്ക് നല്ല രീതിയിൽ ഒരു മാരേജ് അല്ലെങ്കിൽ ഒരു ലോങ് കമ്മിറ്റ്മെന്റ്സിലേക്കൊക്കെ പോകണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരു വ്യക്തി തന്നെയാണ്. ഇപ്പോൾ അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും നിങ്ങളോട് തുറന്നു പറയാനോ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാനോ ഒന്നും വ്യക്തി ശ്രമിച്ചിരുന്നില്ല. അതൊക്കെ അവരുടെ മനസ്സിൽ അവർക്കുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ബിഹേവിയറും ക്യാരക്ടറും ഒക്കെ നിങ്ങൾ അവിടെ തന്നെ എന്തായാലും കാണും. ഞാനിനി എന്ത് പ്രവർത്തിച്ചാലും ഏത് രീതി മോശമായിട്ട് അവഗണിച്ചാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്താലും ഈ ഒരു പേഴ്സൺ ഇവിടെ തന്നെ കാണും. ഞാൻ അറ്റ് ദി എൻഡ് ഓഫ് ഞാൻ തിരിച്ചു വരുമ്പോൾ ഈ ഒരു പേഴ്സൺ എനിക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കും എന്നായിരുന്നു ഈ ഒരു വ്യക്തിയുടെ നിങ്ങളെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്. അപ്പം ഇപ്പം നിങ്ങൾ ആ ഒരു ചേസിയിൽ നിർത്തി നിങ്ങൾ അവരെ വലിയ മൈൻഡ് അടിക്കാതെ നിങ്ങളുടേതായ കാര്യങ്ങളൊക്കെ നോക്കി പോയപ്പോൾ അവർക്ക് ശരിക്കും പേടിയായി തുടങ്ങി. അവർക്കൊരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുകയാണ്. അപ്പം ചിലപ്പോൾ ഇതിലൊക്കെ ഒത്തിരി ഈ ഒരു പേഴ്സണൽ ഫെഡപ്പായിട്ട് പെട്ടുകിടന്ന ആളുകൾ വരെ കാണും. അവർ ഇതിൽ നിന്നൊന്ന് കരകയറി പുറത്തേക്ക് പോയിട്ടുണ്ടാകാം.
ആ ഒരു രക്ഷപ്പെടൽ, നിങ്ങളുടെ ആ ഒരു മാറ്റം ഈ ഒരു വ്യക്തിയെ വളരെയധികം പിടിച്ചുലച്ചു എന്ന് തന്നെ പറയാം. ഇവർ ശരിക്കും പേടിച്ചു പോയിട്ടുണ്ട്. എങ്കിലും അതൊന്നും പുറത്ത് കാണിക്കുന്നില്ല. പുറത്ത് കാണിക്കാതെ അവരിങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. പക്ഷെ ഇവർക്ക് ഉള്ളിൽ വളരെയധികം പേടിയുണ്ട്, നിങ്ങൾ ഇട്ടിട്ട് പോകുമോ എന്നൊക്കെ ഓർത്തിട്ട്. അവർക്ക് നല്ല രീതിയിലൊരു നിങ്ങളുമായിട്ടൊരു മാരേജ് ചെയ്യണം, ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്ത് ഹാപ്പി ആയിട്ട് പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ എങ്കിൽ തന്നെയും അവർ ആ ഒരു ഫാമിലിയിൽ മെയിൻ ആളായിരിക്കണം, ഞാൻ പറയുന്ന ഒരു അണ്ടറിലായിരിക്കണം എല്ലാവരും. ആ ഒരു രീതിയിലുള്ള ഒരു ക്യാരക്ടറുള്ള ഒരു വ്യക്തിയാണ്. അപ്പം ഒരു ഈഗോ കുറച്ച് നല്ല രീതിയിലുണ്ട്, നല്ല തലക്കനമുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി എഫേർട്ട് എടുത്ത് ശരിയാക്കണോ എന്നുള്ള രീതിയിൽ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് ഇച്ചിരി ഒരു വിഷമത്തിൽ നിൽക്കുന്ന ഒരു പേഴ്സണെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതൊക്കെ പക്ഷെ ഇവരുടെ ഒരു സീക്രട്ട് ഡിസയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനിൽ വരണം, നിങ്ങളുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് വരണം, നല്ല രീതിയിൽ ഇത് കൊണ്ടുപോകണം എന്നൊക്കെ തന്നെയാണ് ഇവരുടെ ഒരു മനസ്സിലുള്ള ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് വരുന്നത് 7 ഓഫ് വാൻസിന്റെ ഒരു കാർഡാണ്. ഇവർക്ക് ഈ ഒരു പേഴ്സണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന സമയത്ത് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരു ലോങ് ടേം വിഷൻ ഒന്നും ഇല്ലായിരുന്നു. ഇവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നു, അപ്പോൾ നിങ്ങളെപ്പോലെ ഒരു പേഴ്സണെ കിട്ടി. അപ്പോൾ അവർ വിചാരിച്ചു, അതായത് നിങ്ങളുടെ വ്യക്തി ചിന്തിച്ചു, ഞാനൊരു വലിയ സംഭവമാണ്, എന്നെ ഈ ഒരു പേഴ്സൺ ഇട്ടിട്ട് പോകാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം എനിക്ക് ഇതിലും നല്ല ബെറ്റർ ഒരു പേഴ്സണെ കിട്ടിയേനെ, എന്നിട്ട് ഞാൻ ഇത്രയും ഒരു കഴിവില്ലാത്ത അല്ലെങ്കിൽ ഇത്രയും മോശമായ ഒരാളെയാണ് സ്വീകരിച്ചത്. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നിങ്ങളെ അവരൊരു കുറച്ച് വില കുറഞ്ഞ രീതിയിലാണ് കണ്ടിരുന്നത് എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ലോങ് ടേം വിഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല ഇവർക്ക്. നമുക്ക് സാധാരണ ഒരു റിലേഷൻഷിപ്പിൽ വന്നു കഴിയുമ്പോൾ ഒരു ലോങ് ടേം വിഷൻ ഉണ്ടാവും. നമുക്ക് റിലേഷൻഷിപ്പിൽ എൻഗേജ്മെന്റ് ഇങ്ങനെ നടത്തണം, മാരേജിലേക്ക് പോകണം, അല്ലെങ്കിൽ ഇത്ര വർഷത്തിനുള്ളിൽ നമുക്ക് സെറ്റിൽ ആവണം, ഇവിടെ ഇന്ന സ്ഥലങ്ങളിൽ ജോലി ചെയ്യണം, ഇന്ന സ്ഥലത്ത് താമസിക്കണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറേ നമ്മൾ തമ്മിൽ ഒരു കാര്യങ്ങൾ സംസാരിച്ച് ഒരു ഇതിലേക്ക് വരുന്ന അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ പേഴ്സൺ ഉണ്ടായിരുന്നില്ല. നിങ്ങൾ സംസാരിക്കാനായിട്ട് തുടങ്ങുമ്പോൾ പോലും അവര് വേറെ വേറെ കാര്യങ്ങളൊക്കെ വിഷയം മാറ്റി വിടുകയും, ഇതൊന്നും ഈ ഒരു വ്യക്തിയെ സമ്മതിക്കുന്ന കാര്യമല്ല, ഇപ്പോഴത്തെ കാര്യം നടക്കട്ടെ എന്നുള്ള രീതിയിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പൊ മാറ്റം വന്നിരിക്കുന്നു. അവർക്കിപ്പോൾ മനസ്സിലായി, ഞാൻ ഒരു റിലേഷൻഷിപ്പിന് ഒരു ഫൗണ്ടേഷൻ ഇട്ടിട്ടില്ല എന്നുള്ളൊരു കാര്യം ഈ വ്യക്തി വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഹാർഡ് വർക്ക് ചെയ്യാനും അതിനൊരു എഫേർട്ട് ഇട്ട് ഒരു നല്ല രീതിയിൽ അതിനൊരു ഒരുപാട് സക്സസ് കൊണ്ടുവരണം എന്നും ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. ആ ഒരു ഇവരൊരു ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു അടിത്തറ ഇവരുണ്ടാക്കിയിട്ടില്ല എന്നുള്ളൊരു കാര്യം ഇപ്പോഴാണ് ഇവർക്ക് മനസ്സിലാകുന്നത്. ഇതുവരെ ഇവരിങ്ങനെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്, ഞാനൊരു വലിയ സംഭവമാണ്, എന്നെ ഇട്ടിട്ടൊന്നും ആരും പോകാൻ പോകുന്നില്ല, ഞാൻ ഇപ്പൊ എങ്ങനെ നടന്നാലും ഒരു പ്രശ്നമില്ല, ആ ഒരു രീതി ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ലോങ് ടേം വിഷൻ ഈ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു അടിത്തറ ഈ റിലേഷൻഷിപ്പിന് നൽകിയിട്ടില്ല എന്നുള്ളൊരു കാര്യം, ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളൊരു കാര്യം അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അത് ആ അടിത്തറ ഇല്ലായ്മ തന്നെയാണ് ഇവരെ പിടിച്ച് ഈ ഒരു സമയത്ത് ഉലയ്ക്കുന്നതും. നിങ്ങളിപ്പോൾ അവരെ ചേസ് ചെയ്യുന്നതെല്ലാം നിർത്തി നിങ്ങൾ സ്വന്തമായിട്ട് സെൽഫ് റെസ്പെക്ട് ചെയ്ത് നല്ല രീതിയിൽ, നല്ല മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലും സാമ്പത്തികപരമായിട്ടുള്ള രീതിയിലും ഒക്കെ ഒന്ന് സെക്യൂറായി വരുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ ലോങ് ടേം സക്സസ് ആണ് നിങ്ങൾക്ക് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തൊട്ടടുത്ത് തന്നെ എന്തെങ്കിലും നല്ല ജോബോ അല്ലെങ്കിൽ ഗവൺമെന്റ് സർവീസ് കയറാനോ അങ്ങനെ എന്തെങ്കിലും ഒരു നല്ല ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഈ ഒരു വ്യക്തിയെ വളരെയധികം ഭയപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ ചില ആളുകൾ നമുക്കൊരു ബിസിനസ് സക്സസ് ആയതുപോലെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒരു പോസിറ്റീവ് സൈനാണ്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജി തന്നെയാണ്. പക്ഷെ ഇത് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെയധികം ടെൻഷൻ ആവുകയാണ്. ഇനി ഈ ഒരു വ്യക്തി എന്നിലേക്ക് തിരിച്ചു വരില്ലേ, ഇവര് വലിയ അതായത് ഇത്രയും നാളൊരു സാറ് വിളിച്ച് വലിയ സെറ്റ് ചെയ്ത് നിന്നിരുന്നത് നിങ്ങളുടെ ഒരു പേഴ്സൺ തന്നെയായിരുന്നു. അപ്പം നിങ്ങളിപ്പോൾ നിങ്ങളുടേതായ കാര്യങ്ങളൊക്കെ നോക്കി നല്ല രീതിയിൽ ഇൻഡിപെൻഡൻ്റ് ആയി സ്വന്തമായിട്ട് ഡിസിഷൻസ് എടുത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ച സമയത്ത് ഇവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് എന്ന് തന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അവർ ശരിക്കും മൊത്തത്തിലൊന്ന് പേടിക്കുകയാണ്, നിങ്ങൾ ഇനി പേഴ്സണെ ഒഴിവാക്കി പോകുമോ എന്നവർ പേടിക്കുന്നുണ്ട്. ആ ഒരു പേടി അവർ പുറത്ത് കാണിക്കുന്നില്ല, അവരിങ്ങനെ മസിൽ പിടിച്ച് നിൽക്കുന്നു. അതായത് എനിക്ക് പ്രശ്നമൊന്നും ഇല്ല എന്നുള്ളൊരു രീതിയിൽ പുറത്തിങ്ങനെ കാണിക്കുന്നതാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് 8 ഓഫ് സോർഡ്സ് റിവേഴ്സ് ആണ്.
ഇവിടെ നമുക്ക് മെയിനായിട്ട് പറയാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളെ ഈ ഒരു പേഴ്സൺ ചെറിയ രീതിയിൽ, അത് വലിയൊരു ടോക്സിക് എന്നല്ല, ചെറിയ രീതിയിലൊക്കെ ടോക്സിക് ആയിട്ടുള്ളൊരു പേഴ്സൺ തന്നെയായിരുന്നു. പല രീതിയിൽ സംസാരങ്ങളിലൂടെ അബ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ ഇഗ്നോർ ചെയ്തിട്ടുണ്ട്, ഒത്തിരി ഇഗ്നോർ ചെയ്തുകൊണ്ട് ക്രിറ്റിസൈസ് ചെയ്യുക എന്ന് പറയും. അതായത് അവഗണിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടും വിഷമങ്ങളൊക്കെ ഉണ്ടാകുന്നില്ല, ആ ഒരു രീതിയിൽ ഒത്തിരി ചെയ്തിട്ടുണ്ട്. അല്ലെ നിങ്ങൾക്ക് വലിയൊരു ഇതൊന്നും ഇല്ല, കഴിവൊന്നുമില്ല എന്നുള്ള രീതിയിൽ നിങ്ങളെ തഴഞ്ഞ് ഒത്തിരി അവഗണിച്ച് വിഷമിപ്പിച്ച, വാക്കുകൾ കൊണ്ട് വിഷമിപ്പിച്ച ഒരു വ്യക്തിയാണ് എന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു സമയത്ത് ഇതിനൊരു കർമ്മ ഈ ഒരു പേഴ്സണ് കിട്ടുന്നു, തിരിച്ചടികൾ, നെഗറ്റീവ് തോട്ട്സ് ആണ് അവർക്ക് അതിനുള്ള ഒരു കർമ്മയായിട്ട് കിട്ടുന്നതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അവര് നിങ്ങൾ ഈ ഒരു പേഴ്സണെ ഇട്ടിട്ട് പോയി കഴിഞ്ഞതിന് ശേഷമുള്ള അവരുടെ ജീവിതം, അവർ ഒറ്റപ്പെട്ടു പോകും, ആ ഒരു കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് അവർ വളരെയധികം നെഗറ്റീവ് തോട്ട്സ് എപ്പോഴും അവർക്കുണ്ടാകുന്നു എന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു പ്രഷറാണ്, അല്ലെങ്കിൽ ഒരു ആൻസൈറ്റി ഒക്കെ ഫേസ് ചെയ്യുന്ന ഒരു സമയമാണ് അവർക്ക്. ശരിക്കുമുള്ള സത്യം ചിലപ്പോൾ നിങ്ങൾ അവരെ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തു, അല്ലെങ്കിൽ ചേസ് ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്തു, നിങ്ങൾ അവരുടെ കാര്യങ്ങളൊന്നും അന്വേഷിക്കുന്നില്ല എങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ അവരോട് നല്ലൊരു സ്നേഹം ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങളത് പുറത്ത് കാണിക്കുന്നില്ല. പക്ഷെ ഈ വ്യക്തിക്ക് ആ ഒരു സത്യമൊന്നും മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല. കാരണം അവര് നിങ്ങളോട് പെരുമാറിയ കാര്യങ്ങൾ അവർക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ ഇതൊന്നും നിങ്ങൾ ക്ഷമിക്കില്ല എന്നാണ് ഈ ഒരു പേഴ്സൺ വിചാരിക്കുന്നത് എന്നാണ് ഇവിടെ കിട്ടുന്ന എനർജി. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒത്തിരി ടെൻഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് 4 ഓഫ് കപ്സിന്റെ ഒരു എനർജിയാണ് പിന്നെ കിട്ടുന്നത്. ഇവിടെയും അതേ നെഗറ്റീവ് തോട്ട്സ് ആണ് അവർക്ക് മൊത്തം. വളരെയധികം നിരാശയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. കഴിഞ്ഞു പോയ ആ ഒരു കാലങ്ങളിലെ എക്സ്പീരിയൻസസ് ഒക്കെ ഇവർ ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ കാര്യങ്ങൾ ഇനി ലൈഫിൽ നല്ല രീതിയിൽ നടക്കുമോ എന്നോർത്ത് അവർ വളരെയധികം ടെൻഷൻ അടിക്കുന്നു. കഴിഞ്ഞു പോയ സമയങ്ങളിൽ നിങ്ങളോട് പെരുമാറിയ, അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞ വാക്കുകളൊക്കെ ഓർത്തിട്ട് അവരൊത്തിരി വിഷമിക്കുന്നു. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് പല സമയത്തും നിങ്ങൾ വളരെയധികം സ്നേഹത്തോടെ, വളരെയധികം ആരാധനയോടെ, വളരെയധികം ആഴത്തിലുള്ള സ്നേഹത്തോടെ, ആത്മാർത്ഥമായ സ്നേഹത്തോടെ പലപ്പോഴും ഈ ഒരു പേഴ്സൻ്റെ അരികിലേക്ക് നിങ്ങൾ ചെന്നപ്പോഴൊക്കെ അവർക്ക് ഒരു അവഗണനയുടെ രീതിയിൽ, എന്നാൽ ഈ റിലേഷൻഷിപ്പിന് വേണമെങ്കിൽ തുടരാം എന്നുള്ള രീതിയിലാണ് അവർ നിന്നിട്ടുള്ളത്. അതായത് അവർ ശരിക്കും അത് നിങ്ങളുടെ സ്നേഹം റെഫ്യൂസ് ചെയ്യുന്ന പോലെയാണ്. ഇപ്പൊ അങ്ങനെ ചെയ്തിരുന്നല്ലോ താൻ എന്നുള്ളൊരു കാര്യം ഈ വ്യക്തി ആലോചിക്കുന്നു. അതൊക്കെ ഓർത്ത് ഒത്തിരി നിരാശ ഇപ്പൊ ഈ വ്യക്തിക്ക് തോന്നുകയാണ്. അങ്ങനത്തെ ഒരു ഫീലിങ്സ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അതായത് ഇപ്പം ഒരു സാധനം നമ്മളുടെ കയ്യിലുള്ളപ്പോൾ നമുക്കതിന് ഒരു വലിയ വാല്യൂ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതൊരു മോശപ്പെട്ട സാധനമാണ്, അല്ലെങ്കിൽ എനിക്ക് ഇതിലും കൂടുതൽ നല്ലൊരു ഇത് കിട്ടിയേനെ, ഞാൻ അതൊക്കെ ഇതിലും നല്ലത് എനിക്ക് കിട്ടേണ്ടതായിരുന്നു, എൻ്റെ ഒരു ക്യാരക്ടറും ബിഹേവിയറും എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും ഒക്കെ വെച്ചിട്ട്, എനിക്കുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ട് എനിക്കൊരു നല്ല ഒരു സംഭവം എനിക്ക് കിട്ടേണ്ടായിരുന്നു, ഇത്രയും ചെറിയൊരു മോശപ്പെട്ട സാധനമാണ് എനിക്ക് കിട്ടിയത്. ആ ഒരു തരത്തിലുള്ള ഒരു ചിന്താഗതിയായിരുന്നു ഈ ഒരു പേഴ്സണുള്ളത്. അതിപ്പോൾ എന്തായാലും നല്ല രീതിയിൽ മാറിയിരിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് വരുന്നത്. കാരണം അത് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സംഭവം നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് നമുക്ക് കയ്യിലുണ്ടായിരുന്നതിൻ്റെ വില മനസ്സിലാകുന്നത്. കാരണം നമ്മളോർക്കും നമുക്ക് ഇതിലും നല്ലത് കിട്ടും, അല്ലെങ്കിൽ ഇതിലും ബെറ്റർ ആയിട്ടുള്ളത് എൻ്റെ കയ്യിലേക്ക് തന്നെ വന്നു ചേരും, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട്. അപ്പം ഈ ഒരു സംഭവം നമ്മുടെ കയ്യിൽ നഷ്ടപ്പെട്ടിട്ട് നമ്മൾ മറ്റൊന്ന് തേടുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് നമുക്ക് ഈ ഉണ്ടായിരുന്നത് പോലും കിട്ടാനുള്ള വകുപ്പില്ല എന്നുള്ള കാര്യം നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അവിടെയാണ് ഈ ഒരു തിരിച്ചറിവ് പേഴ്സൺ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങൾ, ഈ ഒരു സീക്രട്ട് ഫീലിങ്സ് ഇതൊക്കെ തന്നെയാണ് അവരുടെ. പക്ഷെ ഇവർക്ക് ചിലപ്പോൾ അവർ സോഷ്യൽ മീഡിയയിലൊന്നും ഈ ഒരു രീതിയിലൊന്നും കാണിക്കുന്നുണ്ട്. വളരെ ഹാപ്പി രീതിയിലുള്ളതൊക്കെ ഫോട്ടോസോ അല്ലെ വീഡിയോസ് ഒക്കെ ആയിരിക്കും ഇടുന്നത്. എങ്കിൽ തന്നെയും ഇതാണ് ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന, ഒരു പ്രസന്റ്ലി പോയിക്കൊണ്ടിരിക്കുന്ന, രഹസ്യമായി അവർ ഹൈഡ് ചെയ്ത് പിടിച്ചിരിക്കുന്ന ഒരു ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. അത്യാവശ്യം പേടിയുണ്ട്, നിങ്ങൾ വിട്ടിട്ട് പോകുമോ എന്നുള്ള പേടിയുണ്ട്, ഇനി എന്നേക്കുമായത് നിന്നു പോകുമോ എന്നുള്ള പേടിയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു നാണക്കേട്, ഒരു റിഗ്രറ്റ് ഒക്കെ ഈ പേഴ്സൺ ഉണ്ട്. ഒത്തിരി സമയത്ത് നിങ്ങളെ അവഗണിച്ച് പല വർത്തമാനങ്ങളും പറഞ്ഞു വിട്ടിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം. അല്ലെങ്കിൽ നിനക്കൊന്നൊരു കഴിവില്ല, അല്ലെങ്കിൽ നീയൊക്കെ വേസ്റ്റ്, ആ ഒരു രീതിയിൽ സംസാരിച്ചിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഇവർക്ക് അത്തരത്തിലുള്ള ഒരു ജാള്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ചില ആളുകൾക്ക് ആ ഒരു തിരിച്ചറിവ് പോലും ഉണ്ടാകാത്ത വ്യക്തികളുണ്ട്. പക്ഷെ ഇവിടെ ഈ വ്യക്തിക്ക് അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്നത് തന്നെ വളരെ നല്ല കാര്യമായിട്ട് നമുക്ക് വിചാരിക്കാം. ഓക്കെ, പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് 7 ഓഫ് വാൻസിന്റെ ഒരു കാർഡാണ്.
അതായത് ഇവർക്ക് എല്ലാ ഒരു കറേജും നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഇവർക്ക് ഒരു സിംഗിൾ ശക്തി പോലും ഇല്ല. ഇവരുടെ ഉള്ളിന്റെ ഉള്ളില് ഇവര് മൊത്തം ഒരു ലോ എനർജിയിലേക്ക് പോയിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഈ റീഡിങ്ങിന്റെ ഫസ്റ്റിൽ ഇവർ നല്ല ഈഗോ ഉണ്ട്, നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഇവർക്ക് ആഗ്രഹമുണ്ട്, നിങ്ങളുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് പോകണം എന്ന് ആഗ്രഹമുണ്ട്. ഇതൊക്കെയാണ് അവരുടെ ഒരു സീക്രട്ട് ഫീലിങ്സ്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലായിരിക്കുന്ന സമയത്ത് ഇവർ ഒരു കോംപ്രമൈസിന് തയ്യാറാകുകയാണ്. അവരുടെ ഈഗോയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങളിലേക്ക് വന്ന് നിങ്ങൾ പറയുന്ന എന്ത് എഗ്രിമെന്റിനും തയ്യാറായിക്കൊണ്ട് ഒരു കോംപ്രമൈസിനായിട്ട് ഈ ഒരു വ്യക്തി തയ്യാറാകുന്നു എന്നുള്ളൊരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നീട് വരുന്ന ഈ ഒരു 2 കാർഡിലും ഈ ഫസ്റ്റ് കാർഡിൽ നമുക്കൊരു ഡിസിഷൻ എടുക്കാനായിട്ട് ഈ വ്യക്തിക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. കോംപ്രമൈസിനൊക്കെ തയ്യാറാവുന്നുണ്ടെങ്കിൽ ഒരു ആക്ഷനിലേക്ക് വരുമ്പോൾ അവർക്കൊരു ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ ഈ മാസ്റ്റർ കാർഡിലൂടെ നമ്മളോട് യൂണിവേഴ്സ് പറഞ്ഞു തരുന്ന ഒരു ഗൈഡൻസ് നിങ്ങൾക്കായിട്ടുള്ള ഒരു ഗൈഡൻസ് ആണ് വരുന്നത്. നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഡയറക്ഷനിൽ തന്നെ നിങ്ങൾ പോയിക്കൊള്ളുക. അല്ലാതെ നിങ്ങളിപ്പോൾ ഈ റീഡിംഗ് ആയിട്ട് ഉടനെ ചെന്നിട്ട് അയ്യോ എന്നെ സ്വീകരിക്കണേ, എന്നെ ഉൾക്കൊള്ളണേ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പുറകെ പോകാതിരിക്കുക എന്നുള്ളൊരു ഗൈഡൻസ് ആണ്. ഇപ്പോൾ നിങ്ങൾ എന്ത് ഡയറക്ഷനിലാണോ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടേതായ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുക. അപ്പം അവർക്ക് അവരുടെ കുറച്ച് കാര്യങ്ങളെല്ലാം ഈ റിലേഷൻഷിപ്പിൽ വന്നുപോയ തെറ്റുകളും ഒക്കെ അവർക്ക് മനസ്സിലായി എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതനുസരിച്ചിട്ട് പിന്നെ അവർക്ക് നിങ്ങളിലേക്ക് വരാനായിട്ടും വളരെയധികം ആഗ്രഹമുണ്ട്. ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് തരണമെന്നും ഈ റിലേഷൻഷിപ്പിന് നല്ലൊരു അടിത്തറ ഉണ്ടാകണമെന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ തെറ്റുകളൊക്കെ അവർ മനസ്സിലാക്കി നമ്മളിലേക്ക് എപ്പോൾ അവർ വരുന്നോ എങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു സന്തോഷം നമ്മുടെ ലൈഫിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് ഓടി വരാനായിട്ട് ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളിൽ അവരിലേക്ക് ചെല്ലാനും അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തില് നല്ല രീതിയിൽ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് കൊണ്ട് പിന്നെ ഇവരുടെ മിസ്റ്റേക്കുകളും ഇവർ മനസ്സിലാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ നിങ്ങളോട് ഒത്തിരി ഫീലിങ്സ് ഇവർക്കുണ്ട്, നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്തൊക്കെ ഇവർ ഒത്തിരി മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. തിരിച്ചു വരാനായിട്ട് നിങ്ങൾ ഒന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഇവർ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ ഇവർക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് ഞാൻ പല കാര്യങ്ങളും തെറ്റായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് അംഗീകരിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ എന്നുള്ളതാണ്. ഈ ഒരു റീഡിങ്ങിൽ ഒരിക്കൽ പോലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളോ ഒന്നും ഇവർക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കിട്ടുന്നില്ല. സീക്രട്ട് ഡിസയർ ഇത് തന്നെയാണ്, നിങ്ങളിലേക്ക് വരിക എന്നുള്ളത് തന്നെയാണ് അവരുടെ ഒരു മനസ്സിലുള്ളത്. ഈ റിലേഷൻഷിപ്പ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം, ഇത് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഇവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജീസ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കുറച്ച് സോൾ മെസ്സേജസ് ഒന്ന് എടുത്ത് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു സോൾ മെസ്സേജസിലൂടെ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, ഫസ്റ്റ് മെസ്സേജ് നമുക്ക് വരുന്നത് യു ആർ ടു ക്യൂട്ട് ആൻഡ് അഡോറബിൾ. ഓക്കെ, നിങ്ങൾ ഒത്തിരി ക്യൂട്ടാണ് എന്നാണ് ഈ ഒരു പേഴ്സൺ പറയുന്നത്. നിങ്ങളെ അത്രയ്ക്കൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സ് ആണ് ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോട് തോന്നിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. യു മേക്ക് മീ ലൈഫ് എ ബ്യൂട്ടിഫുൾ തിങ്. ഓക്കെ, അവരുടെ ജീവിതം ഒരു മനോഹരമാക്കി തീർത്തത് നിങ്ങളാണ് എന്ന് ഈ ഒരു സമയത്ത് അവർ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇഫ് ഐ നോ വാട്ട് ലവ് ഈസ് ഇറ്റ്സ് ബിക്കോസ് ഓഫ് യു. ഓക്കെ, എന്താണ് സ്നേഹമെന്ന് എനിക്ക് മനസ്സിലായത് നീ കാരണമാണ്, അല്ലെങ്കിൽ നിങ്ങളാണ് അവരെ ആ ഒരു സ്നേഹത്തിന്റെ ഭാഷ പഠിപ്പിച്ചു കൊടുത്തത് എന്നാണ് പറയുന്നത്. യു നോ മീ സോ വെൽ ഇൻസൈഡ് ആൻഡ് ഔട്ട്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ അറിയാനായിട്ട് പൂർണ്ണമായിട്ടും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് ഈ വ്യക്തി വിചാരിക്കുന്നത്. മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാമെന്ന് ഈ വ്യക്തി വിചാരിക്കുകയാണ്, ആ വ്യക്തിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും. ഓക്കെ, വെൻ ഐ ആം വിത്ത് യു ഐ ഫീൽ സേഫ് ഫ്രം ദ തിങ്സ് ദാറ്റ് ഹർട്ട് മീ ഇൻസൈഡ്. ഇവർക്ക് ഒത്തിരി ട്രോമാസ് ഒക്കെ ഉള്ളൊരു പേഴ്സൺ ആകാനുള്ള ചാൻസ് ഉണ്ട്. മനസ്സിൽ ഒത്തിരി വിഷമങ്ങളും ട്രോമ ഫേസ് ചെയ്ത് വന്ന റിക്കവറി ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരിക്കാം. ചൈൽഡ്ഹുഡ് ട്രോമാസ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഇവർക്ക് നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒത്തിരി പ്രശ്നങ്ങളുള്ള വ്യക്തികളായിരിക്കാം. ഇപ്പോൾ എന്ത് പ്രശ്നം വന്നാലും അവർ മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന എന്ത് കാര്യങ്ങൾ വന്നാലും നിങ്ങൾ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ സേഫാണ്, അവർ ഓക്കെ ആണ് എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, യു മേക്ക് അവർ ലൈഫ് എക്സ്ട്രാ ഓർഡിനറി. ഓക്കെ, നീയാണ് നമ്മുടെ ഈ ഒരു ലൈഫ്
എക്സ്ട്രാ ഓർഡിനറി ആക്കിയത്, നല്ല ഗ്രാൻഡ് ആക്കിയത് നിങ്ങളാണ് എന്നാണ് ഈ ഒരു പേഴ്സൺ പറയുന്നത്. ഓക്കെ, യു ആർ ദ ബെസ്റ്റ് പാർട്ട് ഓഫ് മൈ ലൈഫ്. എൻ്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് നീയാണെന്നാണ് പറയാനാണ് എനിക്ക് ആഗ്രഹം എന്ന് ഈ ഒരു പേഴ്സൺ പറയുകയാണ്. ഐ നോ ഇൻ മൈ ഹാർട്ട് ആൻഡ് സോൾ ദാറ്റ് ദിസ് ലവ് ഐ ഫീൽ ഫോർ യു ഈസ് ട്രൂ. ഓക്കെ, എൻ്റെ ഹൃദയത്തിലും മനസ്സിലും എല്ലാം ഇവിടെ, എൻ്റെ ആത്മാവിലും എല്ലാം ഉള്ളത് ഈ ഒരു സ്നേഹം മാത്രമാണ്. ഐ ഫീൽ ഫോർ യു ഈസ് ട്രൂ. നിനക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഫീലിങ്സ് മാത്രമാണ് എനിക്കുള്ളത്, നിന്നോടുള്ള ഈ ഒരു സ്നേഹത്തിൻ്റെ ഫീലിങ്സ് ആണ് എനിക്കുള്ളത് എന്ന്, ഇത് സത്യമാണെന്ന് നീ മനസ്സിലാക്കുക എന്നാണ് ഈ ഒരു പേഴ്സൺ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് ഇങ്ങോട്ട് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ടുമോറോ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സെൻസ് ഓഫ് ഹ്യൂമർ, നല്ല തമാശയൊക്കെ പറയുന്ന ആളുകളായിരിക്കാം. 1988 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. മോൾ ഓൺ റൈറ്റ് ഹാൻഡ്, റൈറ്റ് ഹാൻഡിൽ മറുകളുള്ള വ്യക്തികളാണുള്ള ചാൻസ് ഉണ്ട്. 2023 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. പെറ്റ് ലവേഴ്സ്, ഓക്കെ, പെറ്റിനെയൊക്കെ ഇഷ്ടമുള്ള ആളുകളായിരിക്കാം. ബ്ലാക്ക് കളർ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം. നമ്പർ 22, 2002 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 50 കിട്ടുന്നുണ്ട്. 1977 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. 2001 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ആർട്ടിസ്റ്റ്, ഓക്കെ. മ്യൂസിക് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. 1988 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. സോഷ്യൽ മീഡിയ, ഓക്കെ, സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ആളുകളായിരിക്കാം. റോസ് കളർ, ലെറ്റർ സി, ലെറ്റർ ബി, സോറി ഇത് 9 ആണ്, നമ്പർ 9 ആണ്. ഓക്കെ, സോറി. ലെറ്റർ എം, 2002 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 39, ജൂൺ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പാലക്കാട് ഡിസ്ട്രിക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. 777 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ കിട്ടുന്നുണ്ട്. നവംബർ മന്ത്. സ്പിരിച്വൽ പാത്ത്, ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഫുട്ബോൾ, ഓക്കെ. ഗോൾഡൻ കളർ, 1975 എന്ന വർഷം കിട്ടുന്നുണ്ട്. 1992, ഓക്കെ. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് നമുക്ക് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.